എന്തിനാ? അരുതാത്തത് എന്തോ കേട്ടതുപോലെയായിരുന്നു അവളുടെ മുഖഭാവമെന്ന് അവന് തോന്നിയിരുന്നു. താൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഞാൻ സമ്മതം ചോദിച്ചിരുന്നുവെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നില്ല. അത് പിന്നീടാണ് മനസ്സിലാക്കിയത്. പക്ഷെ എന്നെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ തനിക്ക് കുറച്ച് സമയം വേണ്ടിവരും. എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നോട് അധികം ഒന്നും സംസാരിക്കാതിരുന്നത് പോലും. ഒരു ഏകാന്തത തനിക്ക് ആവശ്യമാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി തൻ്റെ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകാൻ ഒരവസരവുമില്ലെന്ന്. ഇന്നലെ രാത്രി താൻ വൈശാഖൻ്റെ പേര് പറഞ്ഞ് കരയുകയായിരുന്നു. ഹൃദയം തകർന്ന രീതിയിലുള്ള അവൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ അവൻ്റെ മനസ്സിനുള്ളിലുള്ള അവൻ്റെ അസ്വസ്ഥത കെടുത്തുന്ന പ്രശ്നം എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കഴിഞ്ഞ ദിവസം താൻ വൈശാഖനെ സ്വപ്നം കണ്ടു എന്നുള്ളത് നേരാണ്. ഒരുപക്ഷെ അവൻ്റെ പേര് പറഞ്ഞായിരിക്കും താൻ അലറി വിളിച്ച് എഴുന്നേറ്റതും. അത് റോയ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ താൻ അയാളെ സ്വപ്നം കണ്ടതാണെന്നാണ് റോയ്ക്ക് തോന്നിയിരുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഈ മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കുന്നതെന്ന് ആ നിമിഷം അവൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിച്ചൊന്നും അല്ലെന്ന് എനിക്കും അറിയാം, തനിക്കും അറിയാം. പക്ഷെ കല്യാണം കഴിച്ച സമയം തൊട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ സ്വന്തം പെണ്ണെന്ന് പറയാൻ ഒരു പെണ്ണിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. തനിക്കെന്നെ സ്നേഹിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും എന്നും അങ്ങനെ തന്നെ ഇരിക്കും. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പെൺകൊച്ചിനോട് ഇത്രയൊക്കെ അടുത്ത് സംസാരിക്കുന്നതും ഇങ്ങനെ അടുത്തിടപെടുന്നതും. എനിക്കറിയില്ല അത് പറഞ്ഞു തരാൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെയൊക്കെ റാണിയോടല്ലാതെ മറ്റൊരു പെൺകൊച്ചിനോടൊരു ഇഷ്ടം തോന്നുന്നത്. ഞാൻ എല്ലാം തുറന്നു പറയുന്ന ആളാണ്. അതാണ്. തനിക്ക് വിഷമം തോന്നരുത്. എൻ്റെ സ്വഭാവം നേരെ വാ നേരെ പോവാണ്. തന്നോടുള്ള പിണക്കോ അല്ല. അവൻ അവളെ ഓർമ്മിപ്പിച്ചു. ഒരിക്കലും എനിക്ക് ഒരു അർഹതയുമില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചവരാണ്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. പല പ്രശ്നങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല. ആ അവസരത്തിൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ. എന്നെ ഉൾക്കൊള്ളാൻ തനിക്ക് ഒരുപാട് സമയം വേണ്ടി വരുമെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സിൽ മറ്റൊരാളാണെന്നറിയുമ്പോൾ അത് അവർ തമ്മിൽ സ്നേഹിച്ചവരാണെന്ന് പോലും ഏതൊരാൾക്കും വിഷമം ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായി. അല്ലാതെ തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. എനിക്കിഷ്ടമാണ്. ഇഷ്ടം മാത്രമേ തോന്നിയിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഇതുവരെ തന്നോട് അവൻ ഇത്രയും തുറന്ന് സംസാരിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ അവൻ അല്പം മദ്യപിച്ചിരുന്നത് കൊണ്ടായിരിക്കാം അവൻ്റെ മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നതെന്നും അവൾക്ക് തോന്നിയിരുന്നു. കിടന്നു കൂടുതലൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. അതുകൊണ്ടായിരിക്കും അവൻ തന്നെ തൻ്റെ ഇടത് കൈ കണ്ണിന് മുകളിൽ വെച്ച് ഉറക്കം നടിച്ച് കിടന്നിരുന്നു. പെട്ടെന്ന് തന്നെ അവൾക്ക് അരികിലായി കിടന്നു. ഇതൊന്നും സത്യമല്ല. എൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഒരു പരിഭവം പോലും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. എന്തുകൊണ്ടോ അത് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്നതും അവളായിരുന്നു. അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ റോയ് നല്ല ഉറക്കത്തിലാണ്. തലേന്ന് രാത്രി അവൻ പറഞ്ഞ വാക്കു മാത്രം അവളുടെ ഹൃദയത്തിൽ ഉടക്കി കിടന്നു. എനിക്കിഷ്ടമാണ്. ഇഷ്ടം മാത്രമേ തോന്നിയിട്ടുള്ളൂ. ആ വാക്കിൽ ലഭിച്ച സന്തോഷം അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരിയായി പരിണമിച്ചിരുന്നു. നാളുകളായി വിഷാദം മാത്രം സ്വന്തമായി അവകാശപ്പെടാനുള്ള മനസ്സിൽ ഒരു കുളിർത്തന്നൽ പോലെ അവൻ്റെ വാക്കുകൾ പറന്നിറങ്ങി. ആ വാക്ക് അവളിൽ വല്ലാത്തൊരു ഊർജ്ജം നിറച്ചിരുന്നു. ഇന്നലെ തന്നെ അവനോട് മറുപടി ഒന്നും പറയാതിരുന്നത് താൻ ഇന്നലെ അവനോട് എന്തു പറഞ്ഞാലും അത് ഇന്ന് ഓർത്തിരിക്കുന്ന പോലും ഇല്ലെന്ന് ഉറപ്പില്ലാത്തതിനാലാണ്. ഇന്ന് രാവിലെ പൂർണ്ണബോധത്തോടെ അവനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കണമെന്ന് ദേവിക തീരുമാനിച്ചിരുന്നു. കാലത്തെ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ ഒരു അപരിചിതത്വം അവൾക്ക് തോന്നിയിരുന്നില്ല. സ്വന്തം വീട്ടിലെ അടുക്കളയിൽ വന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ വീട്ടിലുള്ളവരെല്ലാം തനിക്ക് പ്രിയപ്പെട്ടവരായി മാറിയെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. ഇപ്പോൾ ഈ വീട്ടിലെ ദിനചര്യകളൊക്കെ തനിക്ക് പരിചിതമാണെന്ന് തോന്നിയിരുന്നു. സിസിലി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എല്ലാവർക്കുമുള്ള കാപ്പി തയ്യാറായിരുന്നു. അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം കാപ്പി പകർന്ന് അവരുടെ കൈകളിലേക്ക് അവൾ കൊടുത്തിരുന്നു. അത് വാങ്ങാതിരിക്കാൻ അവൾക്കും കഴിഞ്ഞിരുന്നില്ല. ശേഷം മറ്റൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് റോയിയുടെ അരികിലേക്ക് പോയിരുന്നു. അവൾ നടന്നു നീങ്ങുമ്പോൾ സിസിലിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. അവൾ ചെന്നപ്പോഴും റോയി ഉണർന്നില്ല. ഒരുപക്ഷെ ഇന്നലത്തെ ആലസ്യമായിരിക്കാം അതിന് പിന്നിലെന്ന് അവൾ ഓർത്തു. അവൻ്റെ ശരീരത്തിൽ ഇന്നർ ബനിയൻ ഇല്ലാത്തതിനാൽ അവനെ തൊട്ടു വിളിക്കാൻ അവൾക്ക് ഒരു വല്ലായ്മ തോന്നിയിരുന്നു.
അപ്പോൾ തന്നെ അലാറം അടിച്ചു. അതിനാൽ അവൻ പെട്ടെന്ന് മിഴികൾ തുറന്നിരുന്നു. കുളിച്ചു മുന്നിൽ നിൽക്കുന്ന ആ പെണ്ണിനെയായിരുന്നു അവൻ ആദ്യം കണ്ടിരുന്നത്. കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയായിരുന്നു അതെന്ന് അവന് തോന്നിയിരുന്നു. പെട്ടെന്ന് മുണ്ട് ശരിയാക്കിയിട്ട് അവൻ എഴുന്നേറ്റിരുന്നു. ശേഷം അവളുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി. അവളെ അഭിമുഖീകരിക്കാൻ എന്തോ മടി അവന് തോന്നി. തലേന്ന് രാത്രി അവളോട് പറഞ്ഞതെല്ലാം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു അവന്. ഒന്നും പറയേണ്ടിയിരുന്നില്ല. പറയണമെന്ന് കരുതി പറഞ്ഞതുമല്ല. അവൾ ചോദിച്ചപ്പോൾ ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിൻ്റെ ധൈര്യത്തിൽ പുറത്തേക്ക് വന്നുപോയതാണ്. ഇതൊന്നും അവളോട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. താൻ അവളെ സ്നേഹിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷെ അവൾ ഒരിക്കലും വൈശാഖിനെ ഓർമ്മിക്കാൻ പാടില്ലെന്ന് പറയാൻ തനിക്ക് യാതൊരു അവകാശവുമില്ല. തന്നെപ്പറ്റി എന്തായിരിക്കും അവൾ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് എന്നൊരു നിമിഷം അവൻ ആലോചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് നോക്കാൻ അവനൊരു ജാള്യത തോന്നിയിരുന്നു. കള്ളം പിടിക്കപ്പെട്ട കൊച്ചുകുട്ടികളെ പോലെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ ദൃഷ്ടിയൂന്നി. തന്നെ അഭിമുഖീകരിക്കാൻ മടിച്ചിരിക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരിയായിരുന്നു തോന്നിയത്. എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിലും ആരാധ്യം സംസാരിക്കുമെന്ന മത്സരമായിരുന്നു ഇരുവരും തമ്മിൽ. അവസാനം മൗനത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് രണ്ടും കൽപ്പിച്ച് അവൾ പറയാൻ തുടങ്ങി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പെട്ടെന്ന് കാപ്പിയൊന്ന് മൊത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ എന്നോട് സംസാരിച്ചൊരു കാര്യത്തെപ്പറ്റി. ദേവി, ഞാൻ ഇന്നലെ അല്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തേലും അതിരുവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞതാണ്. താൻ ക്ഷമിക്ക്. മദ്യമുള്ളിൽ കിടന്നതുകൊണ്ട് ഞാൻ തന്നോട് എന്തോ പറഞ്ഞതാണ്. അതൊന്നും മനസ്സിൽ വയ്ക്കണ്ട. അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു. ഇന്നലെ അങ്ങനെ മദ്യം കഴിച്ചതുകൊണ്ടായിരിക്കും മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറഞ്ഞത്. പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇക്കാര്യം അറിയാത്തൊരു നൊമ്പരായനെ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കുമോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഒരിക്കൽ പോലും എനിക്ക് വൈശാഖൻ സാറിനോട് പ്രണയം തോന്നിയിട്ടില്ല. ആ ഒരു രീതിയിൽ ഞാൻ സാറിനെ കണ്ടിട്ടുമില്ല. പരിചയപ്പെട്ട കാലം മുതൽ പ്രണയമാണെന്ന് പറഞ്ഞ് സാറിൻ്റെ പിന്നാലെ കൂടിയതാണ്. ഒരിക്കലും എനിക്ക് അയാളോട് അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ബഹുമാനമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും പ്രണയമായിരുന്നില്ല. ഇത് ഞാൻ ഇപ്പോൾ റോയിച്ചായൻ്റെ മുൻപിൽ നല്ല കുട്ടിയാവാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ഇതിൽ കൂടുതൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. അങ്ങനെയൊരു ചിന്തയുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്. ഈ വിവാഹം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. കാരണം അങ്ങനെയൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ ജീവിതം അവിചാരിതമായി ആണെങ്കിലും സ്വർഗതുല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഫല്യമാണ് നടന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. താലി കെട്ടിയ നിമിഷം മുതൽ ഈ സമയം വരെ ആദ്യമായും അവസാനമായും എൻ്റെ മനസ്സിൽ ഒരൊറ്റ പുരുഷനേ ഉള്ളൂ. അത് എൻ്റെ മുൻപിലിരിക്കുന്ന ആളാണ്. ചിലപ്പോൾ ഇതെൻ്റെ കഴുത്തിൽ കെട്ടിയ നിമിഷം മുതൽ ആയിരിക്കാം. കഴുത്തിൽ കിടന്ന മിന്നിൽ കൈവച്ചവൾ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിന് മറ്റവകാശികളൊന്നും ഒരിക്കലും ഇനി ഉണ്ടാവില്ല. അങ്ങനെ അത്രയും കാര്യം അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയാനുള്ള ധൈര്യം അവൾക്ക് വന്നെന്ന് ആ ദേവികയ്ക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ ഇത്രയും പറഞ്ഞ് ആ മുറിയിൽ നിന്നും തിരിച്ചിറങ്ങി പോകുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു സമാധാനം തെളിഞ്ഞിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷവും. അവളുടെ മനസ്സിൽ ഒരു സമാധാനം നിഴലിച്ചു. ഒരു രാത്രിയും പകലും നീണ്ടുനിന്ന മനസ്സിൻ്റെ പിരിമുറുക്കമാണ് ഈ നിമിഷം അവസാനിച്ചിരിക്കുന്നതെന്ന സമാധാനപൂർവ്വം റോയി ഓർത്തു. വെറുതെയാണെങ്കിലും മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. അവൾക്ക് തന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളുടെ വാക്കുകൾ തനിക്ക് നൽകുന്നത് പുത്തൻ പ്രതീക്ഷ തന്നെയാണ്. അവളുടെ മനസ്സിൽ താൻ മാത്രമേ ഉള്ളൂ എന്ന അറിവ് അവനിൽ വല്ലാത്ത സന്തോഷം നിറച്ചു. അത്രയും അവനോട് പറഞ്ഞു കഴിഞ്ഞെങ്കിലും അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവൻ പോകുന്നത് വരെ ഇല്ലാത്ത തിരക്കുകൾ ഉണ്ടാക്കി അവൾ ഓരോ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം അവൻ ഭക്ഷണം കഴിക്കുന്ന നേരമായപ്പോൾ അവൾ അവന് മുൻപിലേക്ക് വരാതെ വയ്യെന്നായി. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. ആ സമയത്ത് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമായും പോലെ അവൾക്ക് തോന്നിയിരുന്നു. പാത്രത്തിൽ നിന്നും ഇഡ്ഡലി എടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് വയ്ക്കുമ്പോൾ ഇടം കണ്ടാൽ അവൻ അവളെ ഒന്ന് നോക്കിയിരുന്നു. അതോ അവൾക്ക് തോന്നിയതാണോ എന്ന് അവൾ ചിന്തിച്ചു. എല്ലാവരും ഇരിക്കുന്നതിനാൽ അധികം ഒന്നും അവന് സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ റോസിയും ജോസും പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീട് അവരെ പറ്റിയായി ചർച്ച. ഇടയിൽ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തുന്നില്ല എന്ന് സിസിലിയോട് അഭിപ്രായം വന്നപ്പോൾ ജോസ് തന്നെ അതിന് തടയിട്ടു. അവരുടെ ജീവിതം ജീവിക്കേണ്ടത് അവരല്ലേ അമ്മച്ചി. അവർ തീരുമാനിക്കട്ടെ. അവരാണ് ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കേണ്ടത്. സമ്മതമുള്ള സമയത്ത് അങ്ങനെ ചെയ്യട്ടെ. ജോസ് കൂടി പറഞ്ഞതോടെ ആ സംസാരത്തിനൊരു അടിവരയായിരുന്നു. ആരും അറിയാതെ പ്രണയം കൈമാറിയിരുന്ന മിഴികൾ പരസ്പരം കൊരുക്കുന്നുണ്ടായിരുന്നു. മൗനത്തിന്റെ ചില്ലയിൽ ആരും അറിയാതെ പ്രണയം കൂടുകൂട്ടാൻ തുടങ്ങി. എന്തോ പറയുന്നതിനിടയിൽ ജോസ് അല്ലേ അളിയ എന്ന് ചോദിച്ചപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ മിഴികൾ നട്ടിരിക്കുകയായിരുന്നു റോയ്.
ജോസിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് തന്നെ റോസിയെ ഒന്ന് തട്ടാനും ജോസ് മറന്നില്ല. അളിയ, ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനേ ഇഷ്ടം പോലെ സമയമുണ്ട്. ഞങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്പം സ്വകാര്യമായി റോയിയുടെ ചെവിയിൽ അരികിൽ പറഞ്ഞപ്പോഴാണ് റോയിക്ക് സ്ഥലകാലബോധം തിരികെ കിട്ടിയത്. എന്താ അളിയനും കൂടി ഒന്ന് കുശൂഷിക്കുന്നത്? സിസിലി അവിടെ നിന്ന് ചോദിച്ചപ്പോൾ റോയിയുടെ മുഖമായിരുന്നു ആദ്യം ചമ്മിയത്. അതിന് കാരണം എന്താണെന്ന് അറിയില്ലെങ്കിലും ജോസിന്റെ നോട്ടം പെട്ടെന്ന് തന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ സംബന്ധിക്കുന്ന എന്തോ ആണെന്ന് മനസ്സിലാക്കി അവൾ അടുക്കളയിലേക്ക് വലിഞ്ഞിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് റോയി ആ ചമ്മല് മാറ്റി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ജോസ് റോയിയുടെ അരികിലേക്ക് വന്നിരുന്നു. അളിയ, എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല. എങ്കിലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലാണ്. സമൂഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് കൊണ്ട് ഞാൻ പറയാണ്, രണ്ടു മാറ്റിലൊക്കെ ജീവിക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നാളെ നിങ്ങൾക്കൊരു കൊച്ചുണ്ടാകുമ്പോൾ അതിൻ്റെ ജാതി ചോദിക്കുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അമ്മച്ചി പറയുന്ന പോലെ പള്ളി വെച്ചൊരു കെട്ട് നടത്തുന്നത് തന്നെയാണ് നല്ലത്. ജോസന്റെ അഭിപ്രായം പറഞ്ഞു. തൽക്കാലം ഞാൻ അതിനൊന്നും താല്പര്യപ്പെടുന്നില്ല അളിയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാ. എന്നെ വിശ്വസിച്ചിറങ്ങി വന്നൊരു പെണ്ണ്. അവളുടെ ജാതി മാറ്റിയുള്ള സ്നേഹമൊന്നും വേണ്ടളിയ. അവളുടെ വിശ്വാസങ്ങളിൽ തന്നെ നിൽക്കട്ടെ. പിന്നെ ഞങ്ങൾക്കുണ്ടാവുന്ന കൊച്ചിൻ്റെ കാര്യമല്ലേ, അത് മനുഷ്യ കുഞ്ഞായി തന്നെ വളരും. വളർന്ന് വലുതാവുമ്പോൾ അതിന് ഇഷ്ടമുള്ള വിശ്വാസത്തെ വളരട്ടെ. അതിന് അവളുടെ വിശ്വാസങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അവൻ്റെ തീരുമാനമാണതെന്ന് ആ മറുപടിയിൽ നിന്ന് തന്നെ ജോസിന് മനസ്സിലായിരുന്നു. ഇനി കാര്യത്തിൽ കൂടുതൽ സംസാരം വേണ്ടെന്ന് ജോസ് ആ നിമിഷം തന്നെ റോസിയോട് പറഞ്ഞിരുന്നു. റോസി അത് സിസിലിയെയും ഓർമ്മിപ്പിച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ.